ഫുട്ബോൾ താരം അനസ് എടത്തൊടിക ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ജോലി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങളും വാർത്തകളും മീഡിയ കൊണ്ടടക്കം നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളടക്കം ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്, ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അനസ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്നാണ് ഈ ഉത്തരവ് വരുന്നത്, എപ്പോഴാണ് അറിയുന്നത്? ഞാൻ ഇലക്ഷൻ്റെ 2 days ബിഫോറാണ് ഇങ്ങനൊരു ജോലിക്കായിട്ട് നിയമനം വന്നിട്ടുണ്ട് എന്നറിയുന്നത്. പിന്നെ ഒരു 7 days ബിഫോറാണ് എനിക്ക് അതിൻ്റെ പേപ്പേഴ്സും സാധനങ്ങളൊക്കെ എനിക്ക് വന്നത്, ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. സോ ഞാൻ ഡിസൈഡ് ചെയ്തു 10th മുന്നെയാണ് ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ഡിസൈഡ് ചെയ്തു ഇന്ന് വന്നിട്ട് ജോയിൻ ചെയ്യാൻ. ജോയിൻ ചെയ്തു? യെസ്. ഇന്ന് മോർണിംഗ് വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 5 മണി വരെ ഓഫീസിലിരുന്നും ചെയ്തു. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൗഡ് മൂമെൻ്റ് ആണ്. എൻ്റെ ഓഫീസേഴ്സും പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രൗഡ് മൂമെൻ്റ്. ഒരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. മാനേജർ എല്ലാവർക്കും പരിചയപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സന്തോഷം. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, എനിക്ക് സ്പോർട്സ് പേഴ്സൺ ആണ്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. അത്ര തന്നെ. കുറേ കാലം കാത്തിരുന്നോ ഈ ജോലി കിട്ടാൻ? ആക്ച്വലി യെസ്. ഇപ്പോൾ ഞാൻ ഒരുപാട് കാലം ഉണ്ടായിരുന്നു, സ്പോർട്സ് കോട്ട നിയമത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ടൈമാണ് എനിക്ക് വിധിച്ചത്, ആ ടൈമിലാണ് വന്നത് എന്നുള്ളതിൽ സന്തോഷം. അന്നൊന്നും എലിജിബിൾ അല്ല എന്ന് പറഞ്ഞൊരാൾ പെട്ടെന്ന് ഇങ്ങനെ എലിജിബിൾ ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ സർക്കാർ സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനത്തിന് ഞാൻ സത്യത്തിൽ ഒരിക്കലും തയ്യാറല്ല. കാരണം ഒരുപാട് ആളുകൾക്കത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവാം എല്ലാത്തിലും. പക്ഷെ എന്താണോ കിട്ടുന്നത് അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സന്തോഷം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടോ? നേരത്തെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, അങ്ങനെ എല്ലാവർക്കും അറിയുന്ന സംഗതി ഉണ്ടായിരുന്നു. പിന്നെ നാഷണൽ ടീം റെപ്രസെൻ്റ് ചെയ്ത ഫുട്ബോളേഴ്സിന് അല്ലെങ്കിൽ ഫുട്ബോളർക്ക് ജോലി കിട്ടി എന്നതിൽ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. അതൊരു പ്രചോദനം കൂടിയാണ് ഇങ്ങനെ സ്പോർട്സ് പേഴ്സൺ കാത്തിരിക്കുന്നവർക്ക്. സ്പോർട്സ് കോട്ട നിയമനം സ്പോർട്സ് പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ്. അത് നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, പ്രൊഫഷണൽ കളിച്ചു അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് കളിച്ചു എന്നതിലുപരി നാഷണൽ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞു എന്നത് എല്ലാവരെ സംബന്ധിച്ച്, ഏത് സ്പോർട്സ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബ്ലൂ ജേഴ്സി അണിയുക, നാഷണൽ ടീമിൻ്റെ ജേഴ്സി അണിയുക എന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ്, പ്രൗഡ് മൊമെൻ്റ് ആണ്. അതിന് അംഗീകാരങ്ങളാണ് എല്ലാവർക്കും വേണ്ടത്. അതൊരു സർക്കാർ ജോലി, അതൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ജോലി വൈകിപ്പോയില്ലേ, ഒരല്പം വൈകിപ്പോയില്ലേ? അല്പമെന്നല്ല, ഒരധികം വൈകിപ്പോയില്ലേ? ഒരുപാട് ഇത്രയേറെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. എന്ത് കിട്ടും അത് കിട്ടും എന്നതാണല്ലോ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ എന്ത് കിട്ടും അത് കിട്ടും എന്നതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് കിട്ടുന്നത് എന്താണോ അനുഗ്രഹിച്ച് കിട്ടുന്നത് അത് കിട്ടും. അതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മുഴുവൻ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. കിട്ടിയ ഒരാളായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഈ സ്പോർട്സ് കോട്ടയിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ജോലി കയറി ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. അത് മാറ്റി നിർത്തുന്നവരുണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്പോർട്സ് പേഴ്സൺ ഇവിടെ ജോലി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കളിച്ചവർക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക്. അപ്പം ഹാർഡ് വർക്ക് ചെയ്യാം. പ്രൊഫഷണലും കളിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രൊഫഷണലും കളിക്കാം. ഗവൺമെൻറ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിക്കും കുടുംബത്തിനും നാട്ടുകാർക്കും പ്രചോദനമായിട്ടുള്ളൊരു ഫുട്ബോളറായി വളരുക, അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണായി വളരുക എന്നുള്ളതാണ്. ഇപ്പം ഈ ജോലി കിട്ടിയത് എല്ലാവരും അറിഞ്ഞോ? ഓൾമോസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ വരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളും മാത്രം, അതിലപ്പുറം ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. വീട്ടിൽ വരെ പറയാതെയാണ് ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്യാൻ വന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു. ഞാൻ ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളൊക്കെ കണ്ടു. അപ്പം ഒരുപാട് അഭിനന്ദിക്കുന്ന ആളുകളും നമ്മളെ അച്ചീവ്മെൻറ്റിന് താല്പര്യമുള്ള വ്യക്തികൾ ഒരുപാട് ഉണ്ട് നമ്മളെ കൂടെ എന്നുള്ളതിൽ സന്തോഷം. അപ്പം ഇനി മുതൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അല്ലേ? സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗം അത് വലിയൊരു അത് ഡിസേർവ്ഡ് ആയിരുന്നു. പക്ഷെ ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ടൈമാണ്. പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അത് എനിക്ക് പറ്റുന്നത്, ഞാൻ ചെയ്യാത്ത ജോബാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റുന്ന
പറ്റുന്നത് എല്ലാവരും എൻ്റെ മാക്സിമം മോർ ദാൻ 100% ഞാൻ കൊടുക്കുക എന്നതിലാണ്. അത് ഒരു ബിഗ് റോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ നന്മകളും തരുന്നു. ഏതായാലും ഒരുപാട് പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിനിപ്പോൾ ജോലി കിട്ടിയത്. ഇപ്പം ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇനി സർക്കാർ സർവീസ് അനസ് എർത്തുടിക ഉണ്ടാകും. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.